GEയുടെ എഞ്ചിൻ സപ്ലൈ ചെയ്യാത്തതും നമ്മളുടെ അടുത്ത് ഈ അമേരിക്കൻ F-31 അത് പഴയ സാധനം തന്നെ പെയിൻ്റ് അടിച്ച് പിന്നെ പാകിസ്ഥാൻ വെച്ചിരിക്കുന്ന സാധനം നമ്മൾ മേടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? പാകിസ്ഥാൻ നമ്മുടെ കോമ്പറ്റീറ്ററിന് കൊടുത്ത അതേ സാധനം നമുക്കെന്തിന്? ഇനി അതിപ്പോൾ 21, 31, 41 പേര് മാറ്റിയിട്ട് കുറച്ച് പെയിൻ്റ് അടിച്ച് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവും? ഇന്ത്യ നൈജീരിയയുമായിട്ട് ഒരു ഹിസ്റ്റോറിക് ഡീൽ സൈൻ ചെയ്തിരിക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ ഡീലാണ് കേട്ടോ. 20 ഹെലികോപ്റ്റർ നൈജീരിയയ്ക്ക് കൊടുക്കാനുള്ള ഡീലാണ് HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അർജന്റീന ഒപ്പിട്ടതുപോലെ ഇൻറ്റൻറ്റഡ് കരാറല്ല, താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ളൊരു കരാറല്ല, ഇതൊരു കൺഫേംഡ് കരാറാണ്. അപ്പം ഇതിൻ്റെ ഫർദറായിട്ടുള്ള മൂവ്മെൻറ്റ്സിലാണ്. ഈ ഡീല് നടന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും ആദ്യത്തെ ഹെലികോപ്റ്റർ ഡീൽ ഇതായിരിക്കും. ഇത് LCH പ്രചണ്ഡ് അറ്റാക്ക് ഹെലികോപ്റ്ററാണ് ഈ ഡീലിൽ വന്നിരിക്കുന്നത്. പുറകിൽ ഞാൻ വെച്ചിരിക്കുന്ന പിക്ചറിൽ ഉള്ള അതാണ് സാധനം. അതിന് വേണ്ടിയിട്ടാണ് നൈജീരിയ 20 എണ്ണം ഓർഡർ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. ഇതിന് 2 കമ്പനികളാണ് ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് ഇതിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ട്രെയിനിങ് ഒക്കെ നമ്മൾ അവർക്ക് ട്രയലും ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ എല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. തുർക്കി മാനുഫാക്ചറിങ് ചെയ്ത T129 അറ്റാക്ക് എന്ന് പറഞ്ഞ ഹെലികോപ്റ്ററാണ് ഇതിന് കോമ്പറ്റീറ്റ് ചെയ്യാൻ വന്നത്. അപ്പോൾ അതിനെയും നമ്മൾ മറികടന്നുകൊണ്ട് അതുപോലെ എയർബസിൻ്റെ യൂറോപ്യൻ കമ്പനിയാണ് ടൈഗർ ഹാർട്ട് HAD എന്ന് പറഞ്ഞ ഹെലികോപ്റ്ററും ഇതിൻ്റെ കോമ്പറ്റീഷനിലുണ്ടായിരുന്നു. അപ്പോൾ ആ യൂറോപ്യൻ കമ്പനിയും ഈ തുർക്കിഷ് കമ്പനിയും കൂടെ മറികടന്നുകൊണ്ടാണ് നമ്മുടെ HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിൻ്റെ നമ്മുടെ പ്രചണ്ഡ് എന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ ഡീൽ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് ഉടനെ തന്നെ പുറത്തിറക്കും ഇന്ത്യൻ ഗവൺമെൻറ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഡിഫൻസ് പർച്ചേസിങ്ങിലും നമ്മൾ ഈ ലൈൻ ഓഫ് ക്രെഡിറ്റ് കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൽ $1 മില്യൺ നമ്മൾ ലൈൻ ഓഫ് ക്രെഡിറ്റ് ഈ ഡിഫൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നൈജീരിയയ്ക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഈ ഒരു ഡീലിൽ കൊടുത്തിരിക്കുന്നത് നമ്പർ 1 ലൈൻ ഓഫ് ക്രെഡിറ്റ് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ പുതിയ ആൾക്കാരാണ്, മാർക്കറ്റിൽ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും, പ്രെഡേറ്റീവ് പ്രൈസിങ്. അടുത്ത ഇന്ത്യൻ ഗവൺമെൻറ് ട്രെയിനിങ് ഓഫ് മിലിറ്ററി പേഴ്സണൽ. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഇവിടെ നിന്ന് നമുക്ക് പിന്നെ നമ്മളുടെ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരെ വിട്ട് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുപ്പിക്കും. പേഴ്സണൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അവർ ഡെഡിക്കേറ്റീവായിട്ട് ആൾക്കാരെ അതിനുവേണ്ടി തരും. നമ്മൾ അവരെ ട്രെയിൻ ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ. നമ്മൾ അല്ലാതെ അവരുടെ എൻ്റയർ ടീമിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമല്ല. അവർ സ്പെസിഫിക് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്ന 2, 3, 4 ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മളതിൻ്റെ ഈ പാക്കേജിൻ്റെ കൂടെ തന്നെ പോകുന്നതാണ്. പിന്നെ ഇത് നൈജീരിയ അവരുടെ ഒരു പീസ് കീപ്പിംഗ് മിഷൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ നമ്മുടെ അടുത്ത് മേടിക്കുന്നത്. പീസ് കീപ്പിംഗ് മിഷൻ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അറിയാമല്ലോ, അവിടെ ബൊക്കോ ഹറാം എന്ന് പറഞ്ഞ തീവ്രവാദികളുടെ പിന്നെ ഭീകരമായ അവസ്ഥ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൊക്കോ ഹറാം എന്ന് പറഞ്ഞാൽ അത് ഇനിയൊരു ഫണ്ടമെൻ്റൽ ടെററിസമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ വിഷയം ബൊക്കോ ഹറാം അല്ല. അപ്പോൾ അവർക്ക് അവിടെ ഒരു ഭീഷണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ UN പീസ് കീപ്പിംഗ് മിഷനിൽ ആഫ്രിക്കൻ പീസ് കീപ്പിംഗ് മിഷനിൽ ഇന്ത്യയും ഒരു അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് പെർമനൻ്റ് അംഗമാണ്. നമ്മുടെ മിലിറ്ററി പീപ്പിൾസ് ഒരുപാട് പേര് ഈ പീസ് കീപ്പിംഗ് മിഷനായിട്ട് UN ബന്ധപ്പെട്ട് ആഫ്രിക്കൻ റീജിയനിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെയും കൂടെ ഒരു പാർട്ടാണ്. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ കൂടെ വെച്ചിട്ടാണ് ഈ ഡീല് മുന്നോട്ട് പോകുന്നത്. വെസ്റ്റേൺ രാജ്യങ്ങളെക്കാട്ടിലും കൂടുതൽ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ട്രസ്റ്റ് ഇന്ത്യയോടാണ്. അത് എനിക്ക് തോന്നുന്നത് കുറച്ച് എക്കണോമിക്കൽ ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാവാം. ഒരുപാട് ആഫ്രിക്കൻസൊക്കെ ഇന്ത്യയിൽ ഉണ്ട് ഓൾറെഡി. അവർ എഡ്യൂക്കേഷൻസിനായിട്ടും ഒരുപാട് കാര്യങ്ങൾക്ക് അവർ ഇന്ത്യ ആശ്രയിക്കുന്ന ആളാണ്. പിന്നെ നമ്മളുടെ ക്ലോത്ത് തന്നെയാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ. നമ്മുടെ ക്ലോത്ത് മെറ്റീരിയൽസ്, അപ്പാരൽസ് ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അത് കമ്പയർ വിത്ത് അതർ കൺട്രീസ്, അപ്പോൾ ചൈനയൊക്കെ കൊടുക്കുന്ന ക്ലോത്തിനേക്കാളും ഒക്കെ ഒരുപാട് ബെറ്റർ പ്രോഡക്റ്റാണ് കേട്ടോ. ചൈനീസിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്താലും ഇന്ത്യൻ ക്ലോത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ത്യൻ ക്ലോത്ത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പം അത് വ്യക്തിപരമായി എനിക്ക് അനുഭവമുണ്ട്. അതുപോലെ പ്രത്യേകിച്ച് എക്സ്പോർട്ട് ക്വാളിറ്റി നമ്മൾ വളരെ കൃത്യമായി ചെക്ക് ചെയ്ത് തന്നെ വിടുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ സ്പിന്നിങ് മിൽസൊക്കെ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മേഖലയിൽ നമുക്കിപ്പോഴും കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കാൻ പറ്റുന്നത്. അപ്പം ചെറിയ കാര്യങ്ങൾ മുതലേ നമ്മുടെ അടുത്ത് അവർക്കൊരു ട്രസ്റ്റ് ഉണ്ട്. അതാണ് കൂടുതൽ നമ്മുടെ അടുത്ത് വരാനുള്ള കാരണം. ഇനി പ്രധാനമായിട്ട് അവർ നമ്മുടെ അടുത്ത് മേടിക്കാനുള്ള വേറൊരു ഫാക്റ്റ് ഉണ്ട്. 2020 നൈജീരിയ ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് ഈ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അവർക്ക് ആദ്യമേ അവർ പറഞ്ഞത് അവർക്ക് 12 ട്വിൻ എൻജിൻ ഹെലികോപ്റ്റർ വേണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിനുശേഷം നമ്മളുടെ പ്രചണ്ഡ് ഹെലികോപ്റ്ററിനെ അവർക്ക് ട്രയലിന് വേണ്ടി നമ്മൾ കൊടുത്തു. നമ്മളതിൽ 2 ട്രെയിനിയായിട്ട് 2 ഉദ്യോഗസ്ഥരെ നമ്മൾ കൊടുത്തു. ഈ ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രൗണ്ട് അറ്റാക്കിന് ഉപയോഗിക്കാം, ഇത് നോർമലായിട്ടുള്ള ഗ്രൗണ്ട് അറ്റാക്കിന് ഉപയോഗിക്കാം, എയർ ടു എയർ അറ്റാക്കിന് ഉപയോഗിക്കാം, എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഫെസിലിറ്റിക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഇത് എസ്കോർട്ട് പോകാൻ പറ്റും, ഡ്രോൺ അറ്റാക്കിന് ഉപയോഗിക്കാം, ടാങ്ക് പ്ലിങ്കിങ് അതായത് ടാങ്കുകൾ അടിച്ച് വീഴ്ത്താനും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇത്തരം ഫെസിലിറ്റികളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് ഇതിൻ്റെ റൈഫിൾ പവറൊക്കെ ഞാൻ പറയാം.
ഇതിനകത്ത് 200 mm നോസ് ഗണ്ണാണ് ഉള്ളത്. 800 റൗണ്ട് ഒരു മിനിറ്റിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അപ് ടു 2 കിലോമീറ്റർ ആണ്. 70 mm റോക്കറ്റ് പോഡും ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് ഇത് തികഞ്ഞ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള, ഇതിൻ്റെ പേര് തന്നെ കോമ്പാക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കോമ്പറ്റീഷനിൽ വന്ന കളി ഞാൻ പറയാം. തുർക്കി T-129 എന്ന് പറഞ്ഞ ഹെലികോപ്റ്ററാണ്, അറ്റാക്ക് ഹെലികോപ്റ്ററാണ് അവർ കോമ്പറ്റീഷനിൽ വെച്ചത്. അവരതിന് ഇട്ടിരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $45 മില്യൺ ഒരു ഹെലികോപ്റ്ററിന് ഇട്ട വില. $45 മില്യൺ. അതെനിക്ക് തോന്നുന്നില്ല നൈജീരിയക്ക് താങ്ങാൻ പറ്റുമെന്ന്. ഇത് 5 ടൺ ട്വിൻ എഞ്ചിനാണ്. 5 ടൺ ട്വിൻ എഞ്ചിൻ മെഷീനാണ്. ഏകദേശം നമ്മളുടെ ഉള്ള ഫെസിലിറ്റിയെ പോലെയൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ എന്നാൽ നമ്മളെക്കാൾ സ്പെസിഫിക്കേഷൻസ് കുറച്ച് കുറവാണ്. അതിന് തന്നെ അവർ $45 മില്യൺ ആണ് അവർ അതിനകത്ത് ചാർജ് ചെയ്യുന്നത്. അത് നൈജീരിയക്ക് താങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. അവർ അതിൽ നിന്ന് ബാക്കൗട്ട് അടിക്കുകയാണ് ചെയ്തത്. പിന്നെ എയർബസ് അവർ നോക്കിയായിരുന്നു. എയർബസിൻ്റെതാണ് ഞാൻ പറഞ്ഞ ടൈഗർ ഹാർഡ് എന്ന് പറഞ്ഞ ആ ഒരു മോഡൽ. അതിലും ഏകദേശം ഈ ഒരു കപ്പാസിറ്റിയൊക്കെ തന്നെ ഉള്ളത്. പക്ഷേ അതിന് അവർ ഇട്ടിരുന്ന വില $68 മില്യൺ ആണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഇത് 45 അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല, പിന്നെ 68 അവിടെ താങ്ങാനാണ്. അപ്പോൾ അത് അതിൽ നിന്ന് ഒരു ബാക്കൗട്ട് അടിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ ഞാൻ പറഞ്ഞ ഈ ഒരു സ്പെസിഫിക്കേഷൻസ് കൂടിയുള്ള ഈ ഒരു ഹെലികോപ്റ്ററിന് പെർ പീസിന് ഇട്ട വില എന്ന് പറഞ്ഞാൽ $17 മില്യൺ ആണ്. അപ്പോൾ അത് തുർക്കിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഏതാണ്ട് 3 മടങ്ങ് കുറവാണ്. അപ്പോൾ അത് തന്നെയാണ് പിന്നെ നൈജീരിയ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതും. പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഹെലികോപ്റ്ററിന് ഹൈ റേഞ്ചിൽ വരെ അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് നമ്മുടെ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ സിയാച്ചിൻ ബാറ്റിൽ ഗ്രൗണ്ടിൽ വരെ നമ്മുടെ ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയോട് കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വേൾഡിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ്. അപ്പോൾ അത്രമാത്രം കപ്പാസിറ്റി, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്റ്റെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നോക്കുമ്പോൾ പ്രൈസും കുറവും. അതും കൂടാണ്ട് ഇന്ത്യ അവർക്ക് ഒരു 1 മില്യൻ്റെ ക്രെഡിറ്റ് ലൈനും കൊടുക്കുന്നുണ്ട്, ലൈൻ ഓഫ് ക്രെഡിറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ അവർക്ക് ഇതാണ് ഒരു സ്യൂട്ടബിളായിട്ട് തോന്നി അവർ സൈൻ ചെയ്തത്. ഇപ്പോൾ അവർ സൈൻ ചെയ്തതിൻ്റെ യഥാർത്ഥ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ശരിക്കും ഒരു ഡീൽ നടക്കുമ്പോൾ നെഗോസിയേഷൻ ഉണ്ടാവും. അതിൻ്റെ പ്രൈസിങ് ഇതിലൊക്കെയാണല്ലോ നോക്കിയിട്ടാണല്ലോ പ്രൈസിങ്, പിന്നെ അതിൻ്റെ എഫിഷ്യൻസി, പിന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ട്രസ്റ്റ്. ഇപ്പം നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ അവർ സ്പെസിഫിക് ആയിട്ട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയൊക്കെ കൊടുക്കേണ്ടി വരും, അഡീഷണൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ ഇൻറ്റർണൽ കോൺഫിഡൻഷ്യലിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എഗ്രിമെൻറ്റിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിക്കൊക്കെ ചെയ്യാനും ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള കാര്യങ്ങളും, പിന്നെ അവരുടെ ഓപ്പോസിറ്റ് രാജ്യങ്ങൾക്ക് നമ്മൾ പിന്നെ ഈ സാധനം കൊടുക്കാതിരിക്കുക. അങ്ങനെയാണ് ഡിഫൻസ് സംബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുക്കുമ്പം നമ്മൾ അർമേനിയയ്ക്ക് സാധനം കൊടുക്കുന്ന പറഞ്ഞാൽ നമ്മൾ പിന്നെ അസർബൈജാന് കൊടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായി? അതാണ് അതിൻ്റെ ഒരു നേച്ചർ. അപ്പോൾ ആ രീതിക്കുള്ള എഗ്രിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ പേപ്പർ വർക്ക്സ് ഒക്കെ നടക്കുകയാണ്. വിങ് കമാൻഡർ സൗരഭ് ശർമ്മ, അതേപോലെ ഫ്ലൈറ്റ് കമാൻഡർ ധനുഷ്, ഇവർ രണ്ടുപേരാണ് ഈ ഒരു നമ്മുടെ ട്രയലിൽ ഈ നൈജീരിയൻ ടീമിന് ഈ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്തതും ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചതും. HALൻ്റെ അടുത്ത പ്രോഡക്റ്റാണ് നമ്മുടെ പിന്നെ തേജാസ്, LCA തേജാസ്. അതും ലൈറ്റ് ക്യാരിയിങ് എയർക്രാഫ്റ്റാണ്. ഇതിനു മുമ്പ് HALലിരുന്ന ഫോർമർ ഡയറക്ടർ ആനന്ദകൃഷ്ണൻ, പുള്ളി ഈ ഒരു ഈ പ്രാരംഭ കാലഘട്ടത്തിൽ തന്നെ ഈ തേജാസിനേക്കാളും ഏറ്റവും പെട്ടെന്ന് വിറ്റ് പോകുന്നത് പ്രചണ്ഡാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രഡിക്ഷൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് നടന്നിരിക്കുന്നത്. നമ്മൾ തേജാസ് അർജൻറ്റീനയുമായിട്ടൊരു കരാർ ഒപ്പിട്ടെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. കാരണം US-ൻ്റെ പ്രഷറാണ്. അർജൻറ്റീനയുടെ മുകളിൽ US-ൽ നിന്ന് വന്ന പ്രഷർ. അർജൻറ്റീനയുടെ ഇലക്ഷൻ വന്നു. അപ്പോൾ മുൻപിരുന്ന സർക്കാരല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മുൻപിരുന്ന സർക്കാരാണ് ഇതിലൂടെ താല്പര്യം കാണിച്ചതും ബ്രിക്സിൽ ചേരാനുള്ളൊരു ആഗ്രഹം കാണിച്ചതും. ഇപ്പോൾ ഈ ഗവൺമെൻറ് മാറി മറിഞ്ഞതോടുകൂടി ഇപ്പോൾ ഇരിക്കുന്ന ആൾ കുറച്ച് കറപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അയാൾ വെസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾ ഈ ഒരു കരാർ ഇങ്ങനെ പൗസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മനസ്സിലായി? ഇത് ക്യാൻസൽ ചെയ്തില്ല, പൗസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ ബ്രിക്സിലേക്കുള്ള താല്പര്യവും അയാൾ ഒരു സ്റ്റോപ്പ് കമാൻഡ് ഇട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഗവൺമെൻറ് ചേഞ്ച് ആയാൽ മാത്രമേ അവിടെ എന്തെങ്കിലും നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ അർജൻറ്റീന ഈ ഒരു സ്റ്റാൻഡിൽ നിൽക്കുകയുള്ളൂ. കാരണം ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറഞ്ഞ ഒരു യൂണിയനെ G20 കൊണ്ടുവന്ന് മെമ്പർഷിപ്പൊക്കെ കൊടുത്ത് അഡ്രസ്സ് ചെയ്തത് ഇന്ത്യയാണ്. അപ്പോൾ അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, കാരണം അർജൻറ്റീനയാണ് ഈ ആഫ്രിക്കൻ യൂണിയൻ്റെ ഹെഡായിട്ടുള്ള ഒരു രാജ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പിന്നെ നമ്മുടെ തേജാസിൻ്റെ ഒരു കോൺട്രാക്റ്റും അതേപോലെ ഈ ബ്രിക്സിൻ്റെ മെമ്പർഷിപ്പും അർജൻറ്റീന ക്വസ്റ്റ്യനിൽ വെച്ചിരിക്കുന്നത്, ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഡിസിഷനിൽ വെച്ചിരിക്കുന്നത്. ഒരു ഫൈനലൈസ്ഡ് ഡിസിഷൻ ഇതുവരെ എത്തിയിട്ടില്ല. അർജൻറ്റീന ബ്രിക്സിൽ ഏതാണ്ട് ജോയിൻ ചെയ്തു എന്ന് വന്നിട്ട് തിരിച്ചു പോയതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. അപ്പം ഇവർ ഈ വെസ്റ്റിൻ്റെ ബാക്കിലുള്ള കളിയാണ്. അതിന് അവർ F-31 അർജൻറ്റീനയ്ക്ക് സെയിൽ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. നമുക്ക് ഈ തേജാസിൻ്റെ GEയുടെ എഞ്ചിൻ സപ്ലൈ ചെയ്യാത്തതും നമ്മളുടെ അടുത്ത് ഈ അമേരിക്കൻ F-31, അത് പഴയ സാധനം തന്നെ പെയിൻ്റ് അടിച്ച് പിന്നെ പാകിസ്ഥാൻ വെച്ചിരിക്കുന്ന സാധനം നമ്മൾ മേടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? പാകിസ്ഥാൻ നമ്മുടെ കോമ്പറ്റീറ്ററിന് കൊടുത്ത അതേ സാധനം നമുക്കെന്തിന്? ഇനി അതിപ്പോൾ 21, 31, 41 പേര് മാറ്റിയിട്ട് കുറച്ച് പെയിൻ്റ് അടിച്ച് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാവുമോ? ഒരിക്കലും ശരിയാവത്തില്ല. ഇന്ത്യക്ക് വേണ്ടി ഡെഡിക്കേറ്റീവായിട്ട് ഞങ്ങൾ ചെയ്യാം,
എല്ലാം കണക്ക് തന്നെ. അതുകൊണ്ടാണ് ഇന്ത്യ അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്നത്. നമ്മൾ HAL ഫാക്ടറിയിൽ 30 ഹെലികോപ്റ്റർ പെർ ഇയർ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. അത് ഗ്രാജ്വലി ഒരു 60ഉം 90ഉമായിട്ട് മാറ്റണമെന്ന് അവർ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അത് ഭാവിയിൽ നടക്കട്ടെ. അതിനുള്ള ശ്രമത്തിലാണ് അവർ. ഇപ്പം നമുക്ക് 30 പെർ ആനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നൈജീരിയയ്ക്ക് നമുക്ക് ഉടനെ തന്നെ സപ്ലൈ ചെയ്യാൻ പറ്റും, കാരണം 20 ഓർഡർ. എന്തായാലും 21,000 അടി പറക്കാനുള്ള ഉയരത്തിൽ പറക്കാനുള്ള കപ്പാസിറ്റിയാണ് ഈ പ്രജൻറ്റിനുള്ളത്. അപ്പോൾ അവരെന്തായാലും നൈജീരിയ ഈ പ്രജൻറ്റ് ഹെലികോപ്റ്റർ ഡീലുമായിട്ട് മുന്നോട്ട് പോട്ടെ. ഇന്ത്യയുടെ ഡിഫൻസ് മേഖല, അതിൻ്റെ മാനുഫാക്ചറിങ് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അപ്പോൾ നിങ്ങൾ തുടർന്ന് വീഡിയോ കാണുക. അടുത്ത് ഇനിയൊരു വിഷയമായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.